ഫിസിക്കൽ ആക്ടിവിറ്റി ആയിരിക്കും, ബോൾ ഉപയോഗിച്ചുള്ള ഗെയിമുകൾ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല ആങ്കറിങ്, ഈ പ്രോഗ്രാമൊക്കെ ആങ്കറിങ് ചെയ്യുന്നവരില്ലേ, ശ്രദ്ധിച്ചിട്ടില്ലേ? വലിയ വലിയ പ്രോഗ്രാമുകൾ 1-2 മണിക്കൂറുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ 3-4 മണിക്കൂറുള്ള പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ വന്നിരിക്കുന്ന കാണികൾക്ക് വിരസതയില്ലാത്ത രീതിയിൽ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഈ ആങ്കറിങ്. ഓക്കെ, ഇന്ന് നിങ്ങളതിൻ്റെ കുറച്ച് ഭാഗം നിങ്ങൾ ചെയ്യും. ഓക്കെ, ഇതുപോലെ എന്നെ പോലെ വന്ന് നിങ്ങൾ ആങ്കറിങ് ചെറുതായിട്ട് ചെയ്യും. ഇനി വരുന്ന ദിവസങ്ങൾ അത് കൂടുതൽ ചെയ്യും. പക്ഷെ ഇതിന് തുടക്കം നമ്മൾ ട്രെയിൻ ചെയ്ത് തുടങ്ങും. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഓക്കെ, അതൊരു 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാം. അതിനുശേഷം നമ്മൾ കളികളിലേക്കും ആക്ടിവിറ്റീസിലേക്കും കടക്കും. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയാം. ഈ ആത്മവിശ്വാസം എന്ന വാക്ക്, സെൽഫ് കോൺഫിഡൻസ്, ഇതിന്റെ അർത്ഥം അറിയുന്നുണ്ടോ? എന്താണ് ആത്മവിശ്വാസം? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കോൺഫിഡൻസ് എന്ന് പറയില്ലേ, സെൽഫ് കോൺഫിഡൻസ് എന്താണ്? പുള്ളികളുടെ ധൈര്യം, കുഴപ്പമില്ല. ഒരാൾ കുറ്റം പറഞ്ഞാലും, ഡാൻസ് ചെയ്യുമ്പോൾ കുറ്റം പറഞ്ഞാലും, ഇനിയിപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരാൾക്ക് കുറച്ച് പ്രാവശ്യത്തിന് മാർക്ക് കൊണ്ടുപോയി, അതിന്റെ വീട്ടുകാരെ സന്ദർഭത്തിന്റെ പുറത്ത് വേണ്ടി നിങ്ങളെ കുറ്റം പറയുമായിരിക്കും. പക്ഷെ ഒരിക്കലും അത് നിങ്ങളുടെ വ്യക്തിയിലുള്ള ആത്മവിശ്വാസം കുറയാൻ കാരണമാകരുത്. അതായത് നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കണം, നിങ്ങളിൽ തന്നെ വിശ്വസിക്കണം. ഓക്കെ, അതായത് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴിവിലുള്ള വിശ്വാസം, സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയുള്ള വിശ്വാസം. അതൊരിക്കലും കുറയാൻ ഇടവരുത്തരുത്. മീനുകളെ പിടിക്കുന്നുണ്ട്. ഇത് നമ്മൾ സ്കൂളിൽ കുറേ പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. 2 പേരൊക്കെ വെച്ചിട്ട് 4 പേരൊക്കെ പിടിച്ചിട്ട്. പക്ഷെ ഇത് കുറേ പേര് വെച്ചിട്ട് കളിക്കുകയാണ്. പിന്നെ ഇത് ശ്രദ്ധയോടൊക്കെ കളിക്കണം. ജിനോങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രദ്ധയോടെ ഇത് കളിക്കണമെന്ന്. പിന്നെ കുറച്ച് പാടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. എങ്കിലും അവസാനം വരെ കളിച്ചു, 4ാമത്തെ വരെ പോയി. എതിർ ടീമിന്റെ ഒപ്പം തന്നെ എല്ലാവരും കളിച്ചു അല്ലേ? വെരി ഗുഡ്. എല്ലാവരും കൈയടിച്ച് 2 ക്യാപ്റ്റന്മാർ. നിങ്ങൾ വെക്കേഷൻ സമയത്ത് എന്തിനാണ് നിങ്ങൾ വന്നത് പറയാം? നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഇല്ല. പക്ഷെ ഞങ്ങളുടെ ഉദ്ദേശമുണ്ട്, ദൈവം എല്ലാവരുടെയും ഉള്ളിൽ ഒരു അത്ഭുതം ഒളിച്ച് വെച്ചിട്ടുണ്ട്. ഉണ്ടോ? എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഒരു അത്ഭുതം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള അത്ഭുതം എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. അത് പുറത്തെടുക്കാനുള്ള ശ്രമമാണ്. അത് കണ്ടെത്തിയാൽ നമ്മുടെ ജീവിതം ഉന്നത വിജയമായി. മനസ്സിലാവുന്നത്? നമ്മുടെ ആത്മധൈര്യം, നമ്മളിലുള്ള സർഗവാസനകൾ, നമ്മുടെ കഴിവുകളെല്ലാം പുറത്തെടുത്ത് ഇപ്പോഴത്തെ കാലഘട്ടത്തിനോട് പ്രതികരിക്കാനുള്ള ഒരു ശേഷി നിങ്ങൾക്ക് ഉണ്ടാക്കുക. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. Welcome to GSM Children's Store. This is Denmark Institute. I hope you all will enjoy this training program. Have a great time and thank you for joining us. Good morning everyone and welcome to GSM Children's Store. This is Elkaria Baby. I hope you all will enjoy his training program. Have a great time and thank you for joining us. Very good. I hope you all will enjoy his training program. Have a great time and thank you for joining us. Okay, great. Good morning everybody. And welcome to GSM. This is Almas Alvin. I hope you all will enjoy this training program. Have a great time and thank you for joining us. Good morning everyone and welcome to GSM Children's Song. This is Agnel
Crostacea. I hope you all enjoy this training program and have a great time, and thank you for joining us. Very good. Good morning everyone and welcome to GSM Children's Song. This is Agnes Maria Peter. I hope you all will enjoy this training program. Have you a great time and thank you for joining us. Very good. And welcome to GSM Children's Zone. This is Louis Joseph Dino. I hope you all will enjoy this training program. Have a great time and thank you for joining us. Okay. Good morning everyone and welcome to GSM Children's Zone. This is Nevajas Dinoy. I hope you all will enjoy this training program. Have a great time and thank you for joining us. Good morning everyone. Welcome to GSM Children's Zone. This is Chris Saji. I hope you all enjoy this training program. Have a great time and thank you for joining us. GSM Children's Song. This is Leon Kitito. I hope you all are well enjoyed this training program. Have a great time and thank you for joining us. Okay, നല്ലൊരു കൈയ്യടി. Welcome to GSM Children's Zone. This is Alan Sheju. I hope you all enjoy this training program. Have a great time and thank you for joining us. നല്ലൊരു കൈയ്യടി. Good morning everyone. Welcome to GSM Children's Zone. This is Krisal Sethi. I hope you all will enjoy this training program. Have a great time and thank you for joining us. ഓക്കെ 3 ഗോളാക്കിയിരിക്കുകയാണ്. ഓക്കെ അപ്പൊ ഇനി 3 ഗോളാക്കുന്നവർക്ക് മാത്രമായിരിക്കും അടുത്ത ചാൻസിലേക്ക് ഗ്രൗണ്ട് ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ രണ്ടാമത്തെ ഗോളാക്കിയിരിക്കുകയാണ്. ഈ ഗോളാക്കിയാൽ നിർണായകമായി ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നതായിരിക്കും. Okay, chance. First chance. Oh, so close. Great. Good attempt. Great. Okay. Wow, very good. Second chance. Oh, so close. Third chance. Wow, very good attempt. ഇന്നത്തെ സെഷൻസിൽ എന്തെങ്കിലും മനസ്സിലാക്കിയ കാര്യമുണ്ടെങ്കിൽ ഇന്ന് ഫസ്റ്റ് തന്നെ സെൽഫ് കോൺഫിഡൻസിൻ്റെയും സെൽഫ് ഈസ്റ്റേൻ്റെയും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഉള്ളിൽ കഴിവൊക്കെ കയറി ധൈര്യം, പിന്നെ കുറച്ച് ആത്മവിശ്വാസം, ആത്മാഭിമാനം അങ്ങനെയൊക്കെ കുറച്ചൊക്കെ കയറി വന്നു. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഫിഷിംഗ് മാൻ, പിന്നെ മീൻ അതൊക്കെ കളിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ബാസ്കറ്റ് ബോൾ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇപ്പോൾ കളിച്ച ഗെയിമാണ്. അത് നല്ല രസമുണ്ടായിരുന്നു. പലർക്കും കിട്ടി. രണ്ട് കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗെയിം ഇപ്പോൾ ഫുട്ബോൾ വെച്ച് കളിച്ചതാണ്. പിന്നെ കോൺസെൻട്രേഷൻ വേണ്ട കളിയായിരുന്നു ഇന്ന് കളിച്ചത് മൊത്തം. കോൺസെൻട്രേഷൻ എനിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ധൈര്യം കാണിക്കണമായിരുന്നു, സെൽഫ് കോൺഫിഡൻസ് വേണമായിരുന്നു. അത്രക്കും ക്ലാസ് എടുത്തതിലുമൊക്കെ എനിക്ക് 4 ക്വാളിറ്റിയാണ് എനിക്ക് തോന്നിയത് ഏറ്റവും നല്ല ക്വാളിറ്റി. ഒന്ന് ധൈര്യമായിരുന്നു, പിന്നെ കോപ്പറേഷൻ, ആ ക്വാളിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യം അതുണ്ടായിരുന്നു. നിങ്ങളുടെ പ്രസംഗം കേൾക്കുമ്പോൾ കൂവുന്നതാണ് നിങ്ങളുടെ പുറകിലുള്ളവരാണ്. നിങ്ങളോടൊപ്പം എത്താൻ കഴിയാത്തതിൻ്റെ വിഷമം അവർ കൂവിത്തെറിയിട്ട് ധൈര്യമായിട്ടിരിക്കും. അതുപോലെ ഒരു കാര്യം ചോദിക്കട്ടോ, ആദ്യം പെൺകുട്ടികളോട് നിനക്കറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും സുന്ദരിയാണ് ലേഡീസ്? പേര് പറ. അമ്മ. ആരെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും സുന്ദരൻ ആരാണ്? നിങ്ങൾക്ക് കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ളവർ വെച്ച് ഏറ്റവും സുന്ദരൻ ആരാണ്? യെസ്. ഞാൻ ചോദിക്കാൻ പോയത് ആ ചോദ്യം നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഉത്തരം ഞാനാണ് സുന്ദരൻ, ഞാനാണ് സുന്ദരി, ഞാനാണ് ശക്തൻ. എനിക്ക് എന്തും കഴിയും ശ്രമിച്ചാൽ ശ്രീമാനാവാം, കൂടവർ കോഴിക്കോട്ട്. പക്ഷെ നമ്മുടെ മുമ്പിലുള്ളവരും
നമ്മളെക്കാളും മുകളിലുള്ളവരും പോകില്ല, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുള്ളൂ. അപ്പോൾ പോകുന്ന പറയുന്നത് ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് പുറംതിരിഞ്ഞ് നമ്മുടെ വഴിക്ക് നടക്കുക. ഗുഡ് ലക്ക്. നിങ്ങളുടെ കഴിവുകൾക്ക് വേണ്ടിയുള്ള പരിശ്രമം ചെയ്യാതിരിക്കരുത്. ഓക്കെ, നിങ്ങളുടെ വ്യക്തി എപ്പോഴും നല്ല കരുത്തോടെ തന്നെ ഉണ്ടാവണം. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിലും നിങ്ങളുടെ വ്യക്തിയിലും ഒരുപോലെ വിശ്വാസം ഉണ്ടായിരിക്കണം. ഒരു കാരണത്താലും നിങ്ങൾ ഈ രണ്ടിടത്തും തോൽക്കരുത്. ആ ഒരു പ്രതിജ്ഞ നിങ്ങൾക്ക് നിങ്ങളോട് പോകാവൂ. ഇനി അങ്ങോട്ടുള്ള എല്ലാ ട്രെയിനിങ് ക്ലാസ്സുകളും നിങ്ങൾ വരണം. വ്യത്യസ്തമായ ഇതുപോലുള്ള കളികളും പുതിയ പുതിയ കാര്യങ്ങളും നമ്മൾ പഠിക്കും. അത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്പെടും. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.